ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരളത്തിലെ അക്ഷരശില്പിയായിരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ PN പണിക്കർ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവാദം. അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 29 വർഷങ്ങൾ പിന്നിടുകയാണ്. 1995 ജൂൺ മാസം 19-ാം തീയതി ആ മഹാനുഭാവൻ നമ്മളോട് യാത്ര പറഞ്ഞു. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അക്ഷരകലയുടെ അനശ്വര പ്രവാഹമായി മാറിയ ആചാര്യനായിരുന്നു ഡോക്ടർ PN പണിക്കർ. അദ്ദേഹം കേരളത്തിലെ ഓരോ ഗ്രന്ഥശാലകളും പടുത്തുയർത്തുവാൻ നടത്തിയ യജ്ഞം വളരെ വലുതായിരുന്നു. ഗ്രാമാന്തരങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ച ആ മഹത് വ്യക്തിത്വം എത്രയെത്ര വ്യക്തികളെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിലൊരാളായിരുന്നു ഇന്ന് കേരളത്തിൻ്റെ ആദരണീയനായ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ. തൻ്റെ ബാല്യകാലത്ത് കോട്ടയം ജില്ലയിലെ മറ്റക്കര എന്ന ഗ്രാമത്തിൽ ജ്ഞാനപ്രകാശിനി ഗ്രന്ഥശാലയുണ്ടായിരുന്നു. ജീവിതത്തിലെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും വളർന്നു വന്ന ആ ബാലൻ തൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾ തേടിയെത്തിയത് ഗ്രന്ഥശാലയിലായിരുന്നു. ജ്ഞാനപ്രകാശിനി വായനശാലയിലെ നിത്യ വായനക്കാരനായിരുന്ന വാസവൻ ക്രമേണ ജീവിതത്തോട് മല്ലടിച്ച് ഒരു തൊഴിലാളി വർഗ നേതാവായി വിപ്ലവകാരിയായി വളർന്നു വന്നു. പിന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പൊൻകുന്നം വർക്കി എന്ന പാമ്പാടിയുടെ സ്വന്തം കഥാകാരനെയാണ്. കണ്ണൻ, കലപ്പയുടെ പാട്ട്, അതുപോലെ തന്നെ മോഡൽ, അന്തോണിയും നീയും അച്ഛനായോടാ, എത്രയെത്ര കഥകൾ മലയാളിക്ക് സമ്മാനിച്ച നിഷേധിയായ ആ കലാകാരനിൽ വാസവൻ ആകൃഷ്ടനായി. പ്രതിഭ നവനവോന്മേഷശാലിനി പ്രജ്ഞാമദാഹ എന്ന് പറയാറുണ്ട്. പുത്തൻ അറിവുകൾ തേടിയുള്ള ആ തീർത്ഥയാത്ര വാസവൻ നടത്തി. തൻ്റെ പാമ്പാടിയിലെ തയ്യൽക്കടയിൽ വെച്ച് ഈ കുപ്പായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പാപ്പൻ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ സർസിപിയുടെ കിരാത ഭരണത്തിനെതിരെ സംസാരിക്കുന്ന ധീരനായ സാധാരണ വ്യക്തിയുടെ പ്രതീകമായിരുന്നു. കണ്ണൻ എന്ന കാളയെ വളർത്തിയ കർഷകന്റെ ദൈന്യപൂർണമായ കഥയാണ് കലപ്പയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന ചെറുകഥ. അന്തോണി നീയും അച്ഛനായോടാ എന്ന കഥ പൗരോഹിത്യത്തിന് നേരെയുള്ള ശക്തമായ വെല്ലുവിളിയായിരുന്നു. കലജീവിതം തന്നെ എന്ന് അടിയുറച്ച് വിശ്വസിച്ച് സത്യത്തിനു വേണ്ടി സന്ധിയില്ലാത്ത സമരം ചെയ്ത മഹാനായ എഴുത്തുകാരനായിരുന്നു പൊൻകുന്നം വർക്കി. അദ്ദേഹം കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ചെറുകഥാകാരനാണ്. അദ്ദേഹത്തെ തേടി വാസവൻ പലപ്പോഴും പെരിഞ്ചേരി വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ കഥകളുമായി നിത്യമായി സമ്മതിച്ചു. ഓരോരോ വരികളിലെയും വിപ്ലവബോധവും ജീവിത ചിന്തയും കണ്ടെത്തി. അങ്ങനെ പ്രഭാഷണത്തിലൂടെ, പ്രയോഗത്തിലൂടെ, നവലോക എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ സൃഷ്ടിയിലൂടെ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് വെളിച്ചം പകരുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. തൻ്റെ ഓരോ നിമിഷവും അദ്ദേഹം വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. തൻ്റെ വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്ത് ബൃഹത്തായ അറിവുകൾ സമ്മാനിക്കുവാൻ, നിരന്തരമായി അക്ഷരങ്ങളെ പൂജിക്കുവാൻ ആ സാധകന് സാധിച്ചു. അവസാനമായി ശ്രീ NK നടരാജൻ എഴുതിയ ആത്മോപദേശ ശതകത്തിന്റെ ഉപോദ്ഘാതം എഴുതുന്നതിനും ശ്രീ വാസവന് സാധിച്ചു. അത്രമാത്രം അറിവാൽ സമ്പന്നമായിരുന്നു ആ പ്രതിഭ. ഇന്ന് മലയാളത്തിലെ ഓരോ ചെറുപ്പക്കാരും ഓരോ യുവജനങ്ങളും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വാസവന്റെ പ്രസംഗങ്ങൾ ശ്രവിക്കുവാൻ ഇരിക്കാറുണ്ട്. വായന അനുഭൂതിയാണ്, വായന ആസ്വാദനമാണ്, അത് അനുഭവങ്ങളുടെ ആകത്തുകയാണ്. സം ടോട്ടൽ ഓഫ് ദ പ്രീവിയസ് എക്സ്പീരിയൻസസ് ക്രിയേറ്റഡ് ബൈ എ ക്രീച്ചർ ഈസ് കോൾഡ് ഹിസ് ക്യാരക്ടർ. ഗതകാല അനുഭവങ്ങളുടെ ആകത്തുകയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം. തന്റെ ജീവിതത്തിൽ ബാല്യകാലം മുതൽ താൻ ആർജിച്ച അറിവിന്റെയും അനുഭൂതിയുടെയും ആസ്വാദനത്തിന്റെയും അനുഭവങ്ങളുടെയും ആകത്തുകയായി അക്ഷരശില്പിയായി മാറിയ കോട്ടയത്തിന്റെ സ്വന്തം വാസവൻ ഇന്ന് സഹകരണ തുറമുഖ വകുപ്പിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. എത്രമാത്രം വളരെ ഭാരതി തന്നെ തിരമാലകൾ എന്ന പോലെ
ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന് തുഞ്ചത്താചാര്യൻ പ്രാർത്ഥിച്ചതുപോലെ തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അക്ഷരപൂജ നടത്തുവാൻ, അക്ഷരങ്ങളെ സാക്ഷാത്കരിക്കുവാൻ, അറിവിന്റെ അനുഭൂതിയുടെ അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ എന്നും ശ്രമിക്കുന്ന ഉജ്ജ്വല പ്രഭാഷകനാണ് ശ്രീ വി എൻ വാസവൻ. യുവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു ആരാധ്യ കഥാപാത്രമായി മാറിയ അദ്ദേഹത്തിന് വായനയുടെ സ്വർഗത്തിലൂടെ സഞ്ചരിച്ചതിന് ദൈവം കൊടുത്ത ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിപദം പോലും. അങ്ങനെ ജാതിക്കും മതത്തിനും അപ്പുറത്ത് വിശ്വമാനവികതയുടെ മഹാകവാടങ്ങൾ തുറക്കുവാൻ ശ്രീ വി എൻ വാസവനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വായനശീലമാണ്. ഇപ്രകാരമുള്ള വായന നമ്മുടെ കുട്ടികളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. ഈ അടുത്ത ദിവസം പോലും പ്രൊഫസർ രാജൻ ഗുരുക്കള് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പ്രശ്നങ്ങളെ പറ്റി പറയുകയുണ്ടായി. വായനയാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്, നമ്മളെ വിശ്വമാനവനാക്കുന്നത്, നമ്മളെ യഥാർത്ഥ വിപ്ലവകാരിയാക്കുന്നത്, നമ്മളെ മനുഷ്യസ്നേഹിയാക്കുന്നത്. ഇത്തരത്തിൽ പരിശോധിച്ചാൽ വായനയുടെ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഉത്തമ സാധകനാണ് ശ്രീ വി എൻ വാസവൻ എന്ന് നിസ്സംശയം പറയാം.